ഒരു പിതാവിന്റെയും ഒരു മകളുടെയും ഇടയിൽ ഉണ്ടാകാനുമില്ല. അത്രത്തോളം ബന്ധമായിരുന്നു ഈ മകളുടെയും പിതാവിന്റെയും ഇടയിലുള്ള ബന്ധം. മഹാനായ അബൂദർ ഗിഫാരി പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോൾ ഫാത്തിമാന്റെ ജനാസയാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. മാത്രമല്ല ഉമ്മുൽ ഹസനി വൽ ഹുസൈൻ, മഹാനായ ഹസനിന്റെയും ഹുസൈനിന്റെയും റളിയല്ലാഹു അൻഹുമാ, ഈ രണ്ടുപേരുടെയും ഉമ്മയാ, ഈ രണ്ടുപേരുടെയും മാതാവിന്റെ ജനാസയാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. മാത്രമല്ല സൗജത്തു അലിയിൽ മുർത്തള, അലിയാര് തങ്ങളുടെ സഹധർമ്മിണിയെയാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തിനാണ് ഖബറിനോട് മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഇപ്രകാരം സംവദിച്ചത്? എന്തിനാ? ഖബറിനറിയില്ലേ ഇതാരാട് വന്നിരിക്കുന്നതെന്ന്? ഖബറിനറിയുമല്ലോ. പിന്നെന്തിനാണ് ഖബറിനോട് ഇപ്രകാരം സംവദിച്ചതെന്നറിയുമോ? ഖബറിനൊരു ദുസ്വഭാവമുണ്ട്, ഖബറിനൊരു മോശമായ സ്വഭാവമുണ്ട്. ഖബറാളിയെ ഖബറിലേക്ക് കൊണ്ടുവെക്കപ്പെട്ടാൽ വാരിയെല്ലുകൾ തമ്മിൽ കോർക്കത്തക്ക നിലയില് ഖബറുമല്ലാതെ ഞെരുക്കിക്കളയുമല്ലോ. ഈ ഫാത്തിമാനെ നിങ്ങൾ ഞെരുക്കല്ലേ, ഈ ഫാത്തിമാനെ നിങ്ങൾ വിഷമിപ്പിക്കല്ലേ, ഈ ഫാത്തിമാനെ നിങ്ങൾ പ്രയാസത്തിലാക്കല്ലേ, ഈ ഫാത്തിമയുടെ മേലും ഈ നരകത്തിന്റെ അവസ്ഥ ഉണ്ടാക്കല്ലേ, നരകത്തിന്റെ കവാടങ്ങൾ ഈ ഫാത്തിമയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കല്ലേ, ഈ ഫാത്തിമ ഒരു രീതിയിലും നിങ്ങൾ വിഷമിപ്പിക്കരുത് എന്ന് ഖബറിനോട് മഹാനായ അബൂദർ ഗിഫാരി പറയുകയാ. ഇതാണ് ഈ പരിചയപ്പെടുത്തിയതിന്റെ പൊരുളിതായിരുന്നു. പ്രിയമുള്ളവരെ, ഒരല്പസമയത്തിന് ശേഷം അതാ ഖബറിൽ നിന്നൊരു ശരീരം കേൾക്കാൻ കഴിഞ്ഞുത്രേ. എന്താണ് ആ ഖബറിന്റെ ഭാഗത്ത് നിന്ന് കേട്ട ശബ്ദമെന്നറിയുമോ? ഇവിടെ തറവാടിത്തത്തിന്റെ പേര് പറഞ്ഞാലും കടന്നു വരണ്ട, ഇവിടെ ഒരാളും കുടുംബ മഹിമയുടെ പേര് പറഞ്ഞുകൊണ്ട് കടന്നു വരണ്ട, നബിതങ്ങളുടെ മകളാണെന്ന് പറഞ്ഞാർക്കും ഇങ്ങോട്ട് പ്രവേശനമില്ല, അലിയുടെ ഭാര്യയാണെന്ന് പറഞ്ഞാലും കടന്നു വരണ്ട, മഹാനായ ഹസനിന്റെയും ഹുസൈനിന്റെയും മാതാവാണെന്ന് പറഞ്ഞൊരാളും ഇങ്ങോട്ട് കടന്നു വരണ്ട. പ്രിയമുള്ള സഹോദരങ്ങളെ, ദുനിയാവിന് നമ്മൾ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് തറവാടിത്തത്തിന്റെ പേര് പറഞ്ഞ് ഞാനും നിങ്ങളും വെല്ലുവിളിക്കുമ്പോ ഈ തറവാടിത്തത്തിന്റെ പേര് പറഞ്ഞ് നിനക്ക് അഭിമാനം കൊള്ളാൻ ദുനിയാവിന് മാത്രമേ നിനക്ക് കഴിയൂ. നാളെ ഖബറിന്റെ മുന്നില് ഞാൻ ഇന്ന തറവാട്ടുകാരനാണടാ, ഞാൻ ഇന്ന കുടുംബക്കാരനാണടാ, ഞാൻ മുതലാളിയാണടാ, എനിക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ടടാ, എനിക്ക് അധികാരമുണ്ടടാ, എനിക്ക് മത്സരമുണ്ടടാ, എനിക്ക് ജനസ്വാധീനമുണ്ടടാ, അധികാരവും ചെങ്കോലും സിംഹാസനവും എനിക്കുണ്ടടാ എന്ന് പറഞ്ഞിട്ട് ദുനിയാവിന് വെല്ലുവിളിക്കാൻ കഴിയും. പള്ളിയുടെ ജമാഅത്തിന്റെ പരിപാലന സമിതിയിലേക്ക് കുടുംബമഹാത്മ്യത്തിന്റെ പേര് പറഞ്ഞ്, രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേര് പറഞ്ഞ്, ജനസ്വാധീനത്തിന്റെ പേര് പറഞ്ഞ് അധികാരത്തിലേക്ക് നിനക്ക് കടന്നു വരാൻ നിനക്ക് കഴിയുമെങ്കിലോ നാളെ ഖബറിന്റെ മുന്നിൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അവിടെ ഒരു തറവാടിത്തവും അവിടെ വിലപ്പോവില്ല, അവിടെ ഒരു കുടുംബമാത്മ്യത്തിനും അവിടെ വിലയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോൾ ഫാത്തിമയുടെ ജനാസ കൊണ്ട് വെക്കുമ്പോഴാണ് ഖബറിൽ നിന്ന് ശബ്ദം കേട്ടത്. ഒരു തറവാടിത്തത്തിന്റെ പേര് പറഞ്ഞ് ആരും ഇങ്ങോട്ട് കടന്നു വരണ്ട. ബല്ലിന്നമാ അനമൗദിഉൽ അമലു സാലിഹീൻ. 5 നേരത്തെ നമസ്കാരം നിർവഹിച്ചോ നിനക്ക് കടന്നു വരാം, റമദാനിൽ നോമ്പനുഷ്ഠിച്ചോ നിനക്ക് കടന്നു വരാം, അഗതികളെയും അനാഥകളെയും അസരണരെയും ആലംബഹീനരെയും നിങ്ങൾ സഹായിച്ചോ നിങ്ങൾക്ക് കടന്നു വരാം. നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിശാലമാകുകയാ. ഇതായിരുന്നു ഖബറിന്റെ ഭാഗത്ത് നിന്ന് കേട്ട ശരീരി ഖബറിനോട് സംബന്ധിച്ചപ്പോ ഖബറിന്റെ മറുപടി ഇതാണെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജനാസ കൊണ്ടുപോയി ഖബറിൽ വെക്കുമ്പോഴുള്ള അവസ്ഥ എത്ര ഭയാനകരമായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. തറവാടിത്തവും കുടുംബമഹാത്മ്യവും രാഷ്ട്രീയ പിടിപാടും അധികാരവും ചെങ്കോലും സിംഹാസനവും ജനസ്വാധീനവും ഒന്നും വിലപ്പോവാത്ത സ്ഥലമാണ് ഖബർ. അവിടെ ഒന്നിനും ഒരു വിലയുമില്ല, ഒന്നും അവിടെ വിലപ്പോവില്ല, ഒരു അധികാരത്തിനും അവിടെ വിലയില്ല, ഒരു പ്രാധാന്യമില്ല.
എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് ആ സൽക്കർമ്മത്തിന്റെ പേരിൽ മാത്രമായിരിക്കും ഖബറിന്റെ നല്ല അവസ്ഥകളെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. ലോകത്ത് ഒരാൾ മാത്രമേ ആ ഖബറിന്റെ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ, ഒരാൾ മാത്രം. ആരാണ് ആ വ്യക്തിത്വം? ആ വ്യക്തിത്വത്തിന്റെ പേരും ഫാത്തിമ എന്നാണ്. അതാണ് ഫാത്തിമ. ആ ഫാത്തിമ എന്നത് നേരത്തെ നമ്മളൊരു ഫാത്തിമ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോൾ ഫാത്തിമ. ആ ഫാത്തിമ അല്ലത്, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോറ്റുമ്മയും അലിയാർ തങ്ങളുടെ പെറ്റുമ്മയും നബി തങ്ങളുടെ പോറ്റുമ്മയുമായ ഫാത്തിമത്തു ബിൻത് അസ്ദ് റളിയല്ലാഹു തആല അൻഹ. പ്രിയമുള്ള സഹോദരിമാര്, റോൾ മോഡലാക്കേണ്ടതുപോലുള്ളവരെയാണ്. അതല്ലാതെ സിനിമയിലും സീരിയലും കാണുന്ന ആളുകളെ കണ്ടിട്ട് റോൾ മോഡലാക്കാൻ പാടില്ല. ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ പഠിക്കണം. എത്ര രസമാണ്, എത്ര ആനന്ദമാണ് നിന്റെ ജീവിതത്തിൽ, എത്ര സൽക്രമങ്ങളെ കൊണ്ട് ധന്യമാക്കാൻ ഇവരുടെ ചരിത്രം പഠിച്ചാൽ നിനക്ക് കഴിയും. ഇവരെ നിങ്ങൾ പഠിക്കണം. റോൾ മോഡലാക്കേണ്ടത് ഇവരെയാണ്. പുരുഷന്മാരുടെ നീണ്ട പട്ടികയുണ്ട്, അതുപോലെ തന്നെ സ്ത്രീരത്നങ്ങളുടെ നഫീസത്തുൽ മിസ്രിയയും, അതുപോലെ തന്നെ ഫാത്തിമത്തു ബിൻത് അസദും. എത്രയോ എത്രയോ വനിതകൾ. ഫാത്തിമത്തു ബിൻത് അസദ് റളിയല്ലാഹു തആല അൻഹയെ ഖബർ ഞെരുക്കൂല. ഒരു കാരണം, അതിനൊരു കാരണമുണ്ട്. എന്താ ഫാത്തിമത്തു ബിൻത് അസദ് ഈ മണ്ണിൽ ജനിച്ച് സുഹൃതങ്ങൾ ചെയ്ത് ഈ മണ്ണിൽ തന്നെ മരണപ്പെട്ട് ഈ ഖബറിൽ അടക്കം ചെയ്യപ്പെട്ടവർ തന്നെയാണ് ഫാത്തിമത്തു ബിൻത് അസദ് റളിയല്ലാഹു തആല അൻഹ. എങ്ങനെ ഈ സൗഭാഗ്യം അവർക്ക് ലഭിച്ചു? എങ്ങനെയാണ് ഈ ഒരു ഭാഗ്യം ഇവരുടെ ജീവിതത്തിലേക്ക് അല്ലാഹു തആല കൊടുത്തത്? ഒരു കാരണം, ഒരേ ഒരു കാരണം മാത്രം. എന്താണ് ആ കാരണമെന്നറിയുമോ? ഫാത്തിമത്തു ബിൻത് അസദ് റളിയല്ലാഹു തആല അൻഹ മഹാനായ അലിയാർ തങ്ങളുടെ പെറ്റുമ്മയാണ്. എന്നാൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളർത്തിയ വളർത്തുമ്മയാ പോറ്റുമ്മയാണ് ഫാത്തിമത്തു ബിൻത് അസദ്. ഈ സംഭവം നിങ്ങൾ കേട്ടു കഴിയുമ്പോൾ മാതാപിതാക്കളോടുള്ള നമ്മുടെ കടമകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്വന്തം വളർത്തുമ്മാനെ സ്നേഹിച്ചു പോയ നിമിതങ്ങള് അള്ളാന്റെ റസൂലിനെ പരിചരിച്ച, അള്ളാഹുവിന്റെ റസൂലിനെ വളർത്തിയ, അള്ളാഹുവിന്റെ റസൂലിനെ ശുശ്രൂഷിച്ച വളർത്തുമ്മയ്ക്ക് വേണ്ടി പ്രവാചകന്റെ പ്രാർത്ഥനയും പ്രവാചകന്റെ പ്രവർത്തനവും കാണുമ്പോൾ സ്വന്തം പെറ്റുമ്മയ്ക്ക് വേണ്ടി നമ്മൾ എത്ര സേവനം ചെയ്താൽ മതിയാകുമെന്ന് പ്രിയമുള്ളവരെ. ഫാത്തിമത്തു ബിൻത് അസ്ദ് റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്ന സമയമതാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയുധമെടുത്തുകൊണ്ട് പള്ളിക്കാട്ടിൽ ഖബർ കുഴിക്കാനോടുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കരങ്ങൾ കൊണ്ട് അതാ ഖബർ കുഴിക്കുന്നു ഫാത്തിമാന്റെ ജനാസ അടക്കം ചെയ്യാൻ, ഫാത്തിമത്തു ബിൻത് അസ്ദിന്റെ ജനാസ അടക്കം ചെയ്യാൻ നബി തങ്ങൾ തന്നെ സ്വന്തം കരങ്ങൾ കൊണ്ട് ഖബർ കുഴിക്കുകയാ. ആ ഖബറിന്റെ പണി പൂർത്തീകരിക്കപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ ഖബറിലേക്ക് ഇറങ്ങി. അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യമായ ശരീരമുണ്ടല്ലോ, ആ ശരീരം അതാ ഖബറിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പ്രവാചകൻ ഖബറിൽ കിടന്നുരുളുകയാ. ആ ഖബറിന്റെ ഭാഗങ്ങളിൽ പ്രവാചകന്റെ പരിശുദ്ധമായ ശരീരം ആ ഖബറിന്റെ മണ്ണിനോട് നബിതങ്ങൾ ചേർത്ത് വെക്കുന്നു. ആ പ്രവാചകന്റെ ശരീരത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? ലോകത്തൊരു മനുഷ്യന്റെ ശരീരത്തിനുമില്ലാത്ത പ്രത്യേകതയാണ് പ്രവാചകന്റെ ശരീരത്തിന്റെ പ്രത്യേകത. അത്രത്തോളം പവിത്രമായ പരിശുദ്ധമായ ശരീരമാണ് പ്രവാചകന്റെ ശരീരം. ആ പ്രവാചകന്റെ ശരീരത്തോട് ആരുടെയെങ്കിലും ശരീരമൊന്ന് തീർന്നു പോയാൽ ആ ഭാഗം നരകത്തിൽ കിടന്നാലും നരകത്തിന്റെ തീ സ്പർശിക്കുന്നതല്ല, നരകത്തിന്റെ തീ തൊടുന്നതല്ല. അതുകൊണ്ടാണല്ലോ സഹാബാക്കൾപ്പെട്ട പലരും പല കുതന്ത്രങ്ങളിലൂടെ പല കാര്യങ്ങളിലൂടെ പ്രവാചകന്റെ ശരീരത്തെ ആലിംഗനം ചെയ്യാൻ കെട്ടിപ്പിടിക്കാൻ പല സഹാബാക്കളും പല തന്ത്രങ്ങളും മെനഞ്ഞത്. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ഖിസാസ് നടപ്പിലാക്കാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതികാരം വാങ്ങാമെന്ന് പറയുമ്പോ വരുന്ന നബിയെ മുമ്പൊരിക്കൽ യുദ്ധത്തിന് വേണ്ടി സത്യനിക്കാൻ പറഞ്ഞപ്പോ അങ്ങന്റെ കയ്യിലൊരു വടിയുണ്ടായിരുന്നു, ആ വടി കൊണ്ട് എന്റെ വയസ്സിലങ്ങ് കുത്തിയല്ലോ നബിയേ, എനിക്കതിന്റെ ഖിസാസ് എടുക്കണം നബിയേ, എനിക്കതിന് പകരം ചോദിക്കണം. ഇത് കേൾക്കുമ്പോ വില്ലാണ് വീരന്മാരായ സഹാബാക്കളിൽ നിന്ന് പ്രമുഖരായ ആളുകള് അതാ ഉക്കാസയുടെ നേരെ ചാടി വീഴുന്നു. കാശ അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെ പറഞ്ഞു എന്ന് കരുതി നീ പ്രവാചകനോട് പ്രതികാരം ചോദിക്കാൻ പോകുന്നു. എന്താ ഉക്കാശ നീ കാണിക്കുന്നത്? സഹാബാക്കള് ചാടി വീഴുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ
പറയണ്ട. ഉക്കാശയുടെ താല്പര്യം എന്താണോ, ഉക്കാശയുടെ ആഗ്രഹം എന്താണോ അത് നടക്കട്ടെ. ഉക്കാശ പ്രതികാരം ആകട്ടെ. ഉക്കാശയെ വെടുക്ക് വിട്ടേക്കുക. അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ ഉക്കാശ വന്ന് പ്രവാചകനോട് പറഞ്ഞു, നബി